ഹായ് ഹലോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ 1-2 വീഡിയോയിലായിട്ട് നമ്മൾ ചക്ക വെച്ചിട്ടുള്ള വിഭവങ്ങളാണ് ചെയ്യുന്നത്. പാർട്ട് 1 ഞാൻ ചക്ക അപ്പ് ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് നോക്കുക. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം. ഇത് പ്രോസസ്സ് ആദ്യത്തെ സ്റ്റാർട്ടിങ് അതുപോലെ തന്നെ. ഞാൻ ആക്ച്വലി ചക്ക വെല്ലം ഇട്ട് വേവിച്ചതിൻ്റെ പകുതി വെച്ചിട്ട് അപ്പ് ഉണ്ടാക്കുകയും പകുതിയാണ് വരട്ടാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചക്കയുടെ ചുള മാറ്റിയെടുക്കുക, എന്നിട്ട് വെല്ലം ഇട്ട് വേവിക്കുക, എന്നിട്ടത് മിക്സിയിൽ അടിച്ചിട്ട് അതിൻ്റെ പകുതി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ല, ഞാനിപ്പോൾ അപ്പം ഉണ്ടാക്കുന്നത് മാത്രമേ മിക്സിയിൽ അടിച്ചിട്ടുള്ളൂ. വരട്ടാനുള്ളത് മിക്സിയിൽ അടിക്കാതെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതായത് വെല്ലം ഇട്ട് വേവിച്ചിട്ട് അത് നമ്മൾ വരട്ടാനായി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ചുളയൊക്കെ മാറ്റി വെല്ലം ഇട്ട് ഇങ്ങനെ ഇതുപോലെ വേവിക്കുക. എന്നിട്ട് നമ്മൾ നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കണം. വരട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് അടിയിൽ പിടിക്കാതിരിക്കാൻ ചുവട് കട്ടിയുള്ള പാത്രം തന്നെ നോക്കിയെടുക്കുക. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യും 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും, ഒരു 4-5 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. അത് നമ്മുടെ പാകത്തിനനുസരിച്ച്. വലിയ ചക്കയാണെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. അതുപോലെ നമ്മൾ എത്രയാണ് ചക്ക എടുക്കുന്നത് അതിനുള്ള പാകത്തിനുള്ള എണ്ണ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ വെല്ലവും വെച്ച് വെല്ലം ഇട്ട് വേവിച്ചിട്ടുള്ള ചക്ക ഇടുക. എന്നിട്ട് അത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായി ഇളക്കി ആദ്യം അതിലുള്ള എണ്ണയൊക്കെ അത് ചക്കയിലേക്ക് വലിഞ്ഞു പോവും. കുറച്ച് കഴിയുമ്പോൾ അത് ചക്ക നല്ല സ്മൂത്തായി വരും. അതിൻ്റെ കൂടെ കുറച്ച് കഴിയുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങും. ആ എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുക. ആ എണ്ണ തെളിഞ്ഞു വരുമ്പോഴാണ് അതിൻ്റെ പാകം. അപ്പോഴേക്ക് നമ്മുടെ ചക്ക നല്ല കുറുകി ഒരു ജാമിൻ്റെ പരുവത്തിലായിട്ടുണ്ടാവും. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ നല്ല എയർ ടൈറ്റ് ജാറിൽ വെച്ചാൽ കുറേ മാസങ്ങളോളം വെക്കാൻ പറ്റും. ഇതേ ചക്ക വരട്ടിയത് എടുത്തിട്ട് നമുക്ക് പായസം അല്ലെങ്കിൽ ചക്ക അടയും ചക്ക അപ്പം ഒക്കെ ഉണ്ടാക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ആകുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ഓഫ് സീസണിലും ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസിൽ അത് രേഖപ്പെടുത്തിയാൽ അത് നമുക്കൊരു സന്തോഷം, ഒരു മോട്ടിവേഷനൊക്കെയാണ്. എല്ലാവരുടെയും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഇടയിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.